ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നാച്ചുറലായിട്ട് മുടി കളർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മുടി കളർ ചെയ്യാൻ നാച്ചുറൽ ഹെയർ ഡ്രൈ ഉപയോഗിക്കുന്ന സമയത്ത് എസ്പെഷ്യലി മഴക്കാലമായതുകൊണ്ട് പലർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് നീർക്കെട്ട് കൊണ്ടുള്ള ബുദ്ധിമുട്ട്. അതായത് ജലദോഷം, തുമ്മൽ, തലവേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചിലർക്കൊക്കെ ഉണ്ടാവാറുണ്ട്. തണുപ്പടിക്കുമ്പോൾ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുള്ളത്. നീർക്കെട്ടുമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ അതുപോലെ മുടിക്ക് ഒറ്റ യൂസിൽ ഒരു റെഡിഷ് കളർ ലഭിക്കാനും നാച്ചുറലായിട്ട് എങ്ങനെ ഹെയർ കളർ ചെയ്യുന്നത് എടുക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് വെട്ടി തിളക്കണം. നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലുള്ള ബീട്രൂട്ട് എടുത്ത് മാറ്റാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബീട്രൂട്ട് ഫുള്ളും കോരി മാറ്റിയതിന് ശേഷം നമുക്കത് ഈ കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പാനിക്കൂർക്കായുടെ ഇലയാണ്. അതുപോലെ കുറച്ച് തുളസി ഇലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്നും കൂടെ നന്നായിട്ട് തിളപ്പിക്കണം. ഇത് നല്ലതുപോലെ വെട്ടി തിളക്കണം. ഇത് നല്ലതുപോലെ വെട്ടി തിളച്ച് ഈ വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ പൗഡർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഏത് എണ്ണ പൗഡറാണ് യൂസ് ചെയ്യുന്നത് അത് നമുക്കിതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 സ്പൂണോളം അലോവേര ജെല്ലും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു തിക്ക് പേസ്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ എണ്ണ തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി ഇതൊരു 2 മണിക്കൂറോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം മുടിയിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുടിയിൽ എണ്ണയൊന്നുമില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചിട്ട് നമുക്കിത് കഴുകിക്കളയാം. ഒറ്റ യൂസിൽ തന്നെ മുടിക്ക് ഒരു റെഡിഷ് കളർ കിട്ടും. മാസത്തിലൊരു 2 തവണ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റിസൾട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. ഇതുവരെ ഇതുപോലെ യൂസ് ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.